തോമസ് ഇവിടെ പറഞ്ഞതുപോലെ ഞാനറിയില്ല, അദ്ദേഹം സംസാരിച്ചപ്പോൾ രണ്ടുപേരും തുടരണമെന്ന് പറഞ്ഞെന്നുള്ളതാണ്. പക്ഷെ എങ്ങനെ ആയിരുന്നാലും അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് അന്തിമമായി ദേശീയ അധ്യക്ഷൻ പേര് പ്രഖ്യാപിക്കുമ്പോഴേ സ്ഥാനാർത്ഥിയാവുള്ളൂ. അതുവരെ സ്ഥാനാർത്ഥികൾ എന്ന് പറയാൻ പറ്റില്ല, മത്സരിക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇനിയും കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് പരിശോധിക്കണം. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശം സംസ്ഥാന അധ്യക്ഷൻ്റെ മുമ്പാകെ അദ്ദേഹം നിർദ്ദേശിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആ നിർദ്ദേശത്തെ ലംഘിക്കാനുള്ള കഴിവൊന്നും ഞങ്ങൾക്ക് ആർക്കില്ല. എന്നാലും ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങളിൽ വരുന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ച് മാത്രമേ ആത്യന്തികമായി അഖിലേന്ത്യാ പ്രസിഡന്റ് തീരുമാനിക്കൂ. അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശം ഇതാണ്, അത് മത്സരിക്കുക എന്നതാണെന്ന് എനിക്കതിന് തോന്നില്ല. അവിടെ നമ്മൾ ആക്റ്റീവ് ആകണമെന്ന അർത്ഥത്തിൽ പറഞ്ഞതായിരിക്കും തോന്നുന്നു. ആ മണ്ഡലങ്ങളിൽ ആക്റ്റീവായി അത് ജയിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിങ്ങളിപ്പോൾ തന്നെ പ്രവർത്തനം ആരംഭിക്കണമെന്ന നല്ല ഇൻറ്റൻഷൻ വെച്ച് പറഞ്ഞതാണ്. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പാർട്ടി ആത്യന്തികമായി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുള്ളൂ. ആ തീരുമാനിക്കുന്ന സമയം വരെ ഞാൻ സ്ഥാനാർത്ഥിയല്ല. ഞാൻ സ്ഥാനാർത്ഥിയാണ് തീരുമാനിച്ചാൽ ഞാൻ സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയല്ല. അധ്യക്ഷൻ മാറണമെന്ന് ഒന്നോ രണ്ടോ പേരുടെ അഭിപ്രായ പ്രകടനം, പാർട്ടിയുടെ അഭിപ്രായ പ്രകടനമായിട്ട് എങ്ങനെ എടുക്കുക? അത് അഭിപ്രായ പ്രകടനം നമ്മളെ ഓരോരുത്തരെ പറ്റി ഇപ്പം നിങ്ങളെ പെർഫോമൻസിനെ കുറിച്ച് തന്നെ വിമർശനമുള്ള അയാളെ മാറ്റിയാൽ നല്ല അതൊരു കാഷ്വലായിട്ടുള്ളൊരു ഒരു നിർദ്ദേശമോ ഒരു അഭിപ്രായ പ്രകടനമോ മാത്രമാണ്. ഡൽഹിയിൽ ഞങ്ങൾ ബോംബെയിൽ ചെന്ന് സംസാരിച്ചപ്പോഴും സംസ്ഥാന അധ്യക്ഷനെ ഈ സമയത്ത് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റാൻ എന്നുള്ളൊരാലോചന ഒരു കാരണവശാലും നടത്തരുതെന്നാണ് ഞങ്ങൾ ഉപദേശിച്ചത്. അങ്ങനെ ചർച്ച ഇപ്പോൾ നടത്തരുത്, അത് അനവസരത്തിലുള്ള അനുചിതമായ അസ്വാഭാവികമായ ഒരു ചർച്ചയാകും. അങ്ങനൊരു ചർച്ച ഇപ്പോൾ കേരളത്തിൽ നടത്താൻ ആരെയും അനുവദിക്കരുതെന്നാണ് അദ്ദേഹം ഞങ്ങൾ ഉപദേശിച്ചത്. അദ്ദേഹം ഞങ്ങളുടെ നേതാവല്ലേ? അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെതായ കഴിവും ശക്തിയും ശേഷിയും ഉപയോഗിച്ച് പാർട്ടി സ്ഥാനാർത്ഥികൾ ജയിപ്പിക്കാൻ അദ്ദേഹം പ്രവർത്തിക്കും. രാവിലെ അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹം ദേശീയ വർക്കിംഗ് പ്രസിഡന്റല്ലേ. രാവിലെ അദ്ദേഹം അത് വാഗ്ദാനം ചെയ്തിട്ടേ പോയത്. നമ്മൾ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ ചെയ്യണം, സംഘടനാ പ്രവർത്തനം നടത്തണം. അതിൽ PC ചാക്കോ എന്ന വ്യക്തിയും ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്തിരിക്കുന്ന എൻ്റെ ഭാഗത്തു നിന്ന് പരമാവധി എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് എന്ന വാഗ്ദാനം ഇവിടെ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് ചോദിക്കേണ്ട കാര്യമില്ല, അദ്ദേഹം ഞങ്ങളുടെ നേതാവാണ്.